സിസ്റ്റർ എന്തായി? പേഷ്യന്റിനെ പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിന്ന് ഇപ്പൊ കൊണ്ട് കിടത്തിയതേ ഉള്ളൂ. കുറച്ച് ഡോക്യുമെന്റ്സ് ഒപ്പിടാനുണ്ട്. ഇതൊക്കെ ഓപ്പറേഷന് മുമ്പ് ചെയ്യിക്കാനുള്ളതായിരുന്നു. അപ്പൊ കൂടെ ആരും ഇല്ലായിരുന്നു. താങ്ക് യു. ശരി ശരി. പേഷ്യന്റ് ട്യൂബ് വലിച്ചെടുക്കാൻ നോക്കണം. നല്ല പെയിൻ ഉണ്ടാവും. ശരി സാർ. ആനന്ദകൃഷ്ണല്ലേ? തൃച്ചംബരത്തെ? അതെ സർ. പേഷ്യന്റ് അപ്പോ എന്റെ ഫ്രണ്ടാണ് സർ. എന്നെ കാണാൻ വരുന്ന വഴിക്കാ ആക്സിഡന്റ് സംഭവിച്ചത്. ഓ, സർജറി കഴിഞ്ഞു. ബോധം വീണിട്ടില്ല. മിനിമം 10 മണിക്കൂർ എടുക്കും. ഹെഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒബ്സർവേഷനില്ല. 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റൂ. പിന്നെ ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെന്ന് ആനന്ദിന് അറിയാമല്ലോ. ഇവിടുത്തെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഞങ്ങൾ ചെയ്യാവുന്നതൊക്കെ ചെയ്തു. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. വേറെ എവിടേക്കെങ്കിലും മാറ്റുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. ഏയ് നോ ഡോക്ടർ, ഈ ഒരു അവസ്ഥയിൽ അത് ഉചിതമല്ല. സിസ്റ്റർ, ഇദ്ദേഹത്തോട് ചോദിച്ച് പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എടുക്കൂ. ഉടൻ വേണം. ഇവിടെ നിൽക്കണമെന്നില്ല. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇവിടുന്ന് വിളിക്കും. ഏതായാലും മയക്കം വിടുമ്പോൾ രാത്രി ഏറെ വൈകും. കല്യാണമല്ലേ? എനിക്കും മാഡത്തിന്റെ ക്ഷണമുണ്ടായിരുന്നു. അതെ ആനന്ദേ, ഇന്ന് രാത്രി ഞാൻ നിൽക്കാം. എന്റെ വീട് ഇവിടെ അടുത്തല്ലേ. അപ്പോ ശരി. ശരി ഡോക്ടർ. മേനോൻ സാറിന്റെ ഫാമിലിയെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ ബാംഗ്ലൂരിൽ തിരിക്കാനുള്ള തയ്യാറെടുപ്പില്ല. അവര് വരുന്നവരെ ഞാനിവിടെ ഉണ്ടാവും. ആനന്ദ് പൊക്കോ. അത് ഞാൻ പൊക്കോ. ശരി. ഗംഗ ആരാണെന്ന് തെളിയിക്കുന്ന എല്ലാ രേഖകളും അടങ്ങിയ ഒരു ഫയലുമായി ഞാനിപ്പോൾ അവിടെ എത്തും.
അഖില, ഇളയച്ചൻ, നമ്മൾ കുറച്ചു മുൻപേ പറഞ്ഞതല്ലേ ഉള്ളൂ. ഈശ്വര, ഋഷികേശ സ്വാമികൾ, ഇളയച്ചൻ. ആന്റി, ഇയാളെന്ന് നിന്നുറങ്ങുന്നേ. ഗംഗ സൂക്ഷിക്കണം. കല്യാണം അടുത്തിരിക്കുന്ന സമയത്തുള്ള ഈ അവതാരത്തെ പേടിക്കണം. ഇപ്പോഴത്തെ ഈ പ്രത്യക്ഷപ്പെടലിനെയും. ഇളയച്ചൻ, ജയന്തി, ആന്റി, ആരതി എടുത്തോണ്ട് വരൂ. ശരി ആന്റി, ഇപ്പൊ വരെ. കൃഷ്ണേട്ടാ, ഇത് ആന്റി. ഗംഗ കത്തിക്ക്. ആന്റി, ഇത് കല്യാണം നടത്തിക്കാനുള്ള വരമാണെന്ന് തോന്നുന്നത്. അയ്യോ, ഇളയച്ച, അഗ്നിയെ കെടുത്തത്തക്ക രീതിയിൽ നിശ്വാസവായുവിന്റെ വേഗവും താളവും കൂടിയിരിക്കുന്നു. എതിരേറ്റത് കഥനഭാരം നിറഞ്ഞ മനസ്സോടെ. ചോദ്യങ്ങളും സന്ദേഹങ്ങളും വിലയില്ലാ കടലിൽ ഉത്തരം കിട്ടാതെ കലങ്ങി മറിയുമ്പോ മനസ്സിന് അശാന്തിയുണ്ടാകും. അന്ധമായ ചിന്തകൾ നാം വിടും. പ്രതീക്ഷകൾ കൊഴിഞ്ഞു വീഴും. അതാണ് ജീവിതം. ഇളയച്ചൻ അകത്തേക്ക് ഇരിക്കാം. ഇല്ല, അരുതെന്ന് കാട്ടിയത് അഗ്നി. ദുർനിമിത്തങ്ങൾ സൂചനകളാണ്, ഒരു തരത്തിലുള്ള മുന്നറിയിപ്പുകൾ. അവഗണിക്കുന്നത് ആപത്തു വരുത്തും. അഖിലയ്ക്ക് ആനന്ദിന്റെ കല്യാണത്തോടനുബന്ധിച്ച് എന്തൊക്കെയോ ആശങ്കകൾ. ചതിച്ചു ഈശ്വര. എന്തെങ്കിലും നാവെടുത്ത് വിളിച്ചു പറഞ്ഞ അതോടെ തീർന്നു കിട്ടും. നിന്റെ താലി കെട്ടും എന്റെ പട്ടാഭിഷേകവും ഒക്കെ. ആശങ്കയല്ല ഇളയച്ച, ഭയവാ. കൺമുന്നിൽ ഓരോരോ ദുർനിമിത്തങ്ങൾ കാട്ടിത്തരുന്നു. സമൂഹ വിവാഹത്തിൽ താലി കെട്ടാനിരുന്ന രണ്ടുപേർ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. ഈശ്വരാ, ഇനി ആ അടുക്കളക്കാരിയെ കെട്ടായിരുന്ന നീരജ് വല്ലതും ആയിരിക്കോ? അല്ല, വേണമെങ്കിൽ ആനന്ദേട്ടനെ കെട്ടാൻ വേണ്ടിയേ അവള് കൊട്ടേഷൻ വെച്ച് ജയിക്കും. അടങ്ങടി. മുൻപൊരു കൊട്ടേഷൻ കൊടുത്തതിന്റെ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നേ. അറിയാം, മരണം അത് കാത്തിരുന്നാലും ഇല്ലെങ്കിലും കടന്നു വന്നിരിക്കും. ഇവിടെ നിറം വീണ നിഴലുകൾ വഴിതെറ്റിച്ചു എന്ന് മാത്രം സംശയം. മരിച്ചത് 2 പുരുഷന്മാർ. പകരമായതാണ് തൃച്ചംബരത്തെ മരണച്ചുഴിയിൽപ്പെടേണ്ട 2 മനുഷ്യജന്മങ്ങൾക്ക് പകരക്കാർ.
ഇളയച്ച, അതെ, താലികെട്ടിന് മുന്നേ തൃച്ചംബരത്ത് നടക്കേണ്ട ദുർമരണങ്ങൾക്ക് പകരക്കാരായവർ. ഈശ്വരാ രക്ഷപ്പെട്ടെ. നമുക്ക് പകരം കണ്ണാടിയിലെ പ്രതിബിംബം വീണുടയുന്നത് പോലെ. ഇളയച്ച, കല്യാണത്തിന് എന്തെങ്കിലും? ഞാൻ പറഞ്ഞില്ലേ അഖിലേ, നിമിത്തങ്ങൾ സൂചനകളാണ്. നാളെ മുന്നിൽ നടക്കുന്നതിന്റെ നിഴലാട്ടം. ആ ഒരു കാര്യം, മരണം സാന്നിധ്യം കാട്ടിയ സ്ഥിതിക്ക് 48 ജോഡികളുടെ കല്യാണം ഒരേ മുഹൂർത്തത്തിൽ വേണ്ട. 2 ഘട്ടങ്ങളിലായി നടക്കട്ടെ. പക്ഷേ 2ാം ഘട്ടത്തിൽ താലിദോഷം സംഭവിച്ച കുമാരിമാരുടെ സിന്ദൂരരേഖയിലും സിന്ദൂരം വീണിരിക്കണം. ഞാൻ മടങ്ങുന്നു. ഇളയച്ച, പിൻവിളി ശുഭസൂചകമല്ല. പ്രാർത്ഥിക്കും. വല്യുഞ്ഞേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കല്യാണി. ചായ? എന്താ വല്യുഞ്ഞേ മുഖത്തിനൊരു കടുപ്പം? മൈക്കിന്റെ കാര്യവും പരാജയപ്പെട്ടു പോയപ്പോ തളർന്നു പോയോ വല്യുഞ്ഞ്? ഏയ്, അതൊന്നുമല്ല കല്യാണി. കയ്യെത്തും ദൂരത്ത് വിജയങ്ങളെ മാത്രം കണ്ടു വളർന്നവനാ ഞാൻ. അതുകൊണ്ട് തന്നെ പരാജയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. കല്യാണിക്കറിയോ, ആ ഗംഗ ആരാണെന്ന് കണ്ടെത്താനുള്ള ഒരേയൊരു വഴി ഏതാണ്ട് അടഞ്ഞതുപോലെയാ. എന്തു പറ്റി വല്യുഞ്ഞേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതേ കല്യാണി, ഞാൻ നിന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, ഒരു ഗിരീഷ് മേനോൻ? ആ, ഇടയ്ക്കെപ്പോഴും പറഞ്ഞിരുന്നു. അയാൾ ഗംഗയുടെ ഡീറ്റെയിൽസുമായിട്ട് എന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. ഗംഗയെക്കുറിച്ച് ചില പ്രധാന തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. വല്യുഞ്ഞേ, കാര്യങ്ങളാകെ കൈവിട്ടു പോവുകയാണല്ലോ. അവള് തൃച്ചംബരത്തേക്ക് വന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല. അഖില മേഡത്തിന്റെ കണ്ണുകൾക്ക് അവൾ ആരാണെന്ന് മനസ്സിലാവാത്തത് കാഴ്ച മങ്ങിയതുകൊണ്ടല്ല, അവൾ അങ്ങനൊരു വിശ്വാസം നേടിയെടുത്തതുകൊണ്ടാ. വല്യുഞ്ഞേ, ഗംഗ ആരാണെന്ന് തെളിയിക്കുന്ന രേഖകളുമായി വരുന്ന വഴിയിൽ തന്നെ ഇങ്ങനൊരു അപകടം സംഭവിക്കണമെങ്കിൽ അതിന്റെ പിന്നിലും ഗംഗ തന്നെ ആയിക്കൂടെ? അങ്ങനെയാണെങ്കിൽ വല്യുഞ്ഞ് സൂക്ഷിക്കണം. ഹോസ്പിറ്റലിൽ നിന്ന് സുബ്രു ആണല്ലോ. എടുക്ക് വല്യുഞ്ഞേ. ഹലോ സുബ്രു. ആ ശരി, ഞാൻ പെട്ടെന്ന് എത്താം. ആ ശരി, പെട്ടെന്ന് വരണം.
കല്യാണി, എനിക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. എന്തു പറ്റി? സുപ്രീത് സാർ എന്താ പറഞ്ഞേ? എല്ലാം വന്നിട്ട് പറയാം. പിന്നെ ഇവിടെ ആരെങ്കിലും എന്നെ അന്വേഷിച്ചാ ഇക്കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ പുറത്തേക്ക് എവിടെയെങ്കിലും പോയിന്ന് പറഞ്ഞാൽ മതി. ശരി വലിയ. മെഡിസിൻ ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കണം. ട്രിപ്പൊക്കെ കൃത്യസമയത്തിന് കൊടുക്കുന്നുണ്ടല്ലോ? അതെ സർ. ഓക്കെ. ആ ആനന്ദകൃഷ്ണൻ. ഡോക്ടർ തിരക്കിന്ന് പറഞ്ഞു. അതെ, തിരക്കിയിരുന്നു. ഫ്രണ്ടിന്റെ അപകടനില കഴിഞ്ഞു. ഇനി ജീവൻ ആപത്തില്ലെന്ന് പറയാം. എന്നുവെച്ച് പൂർണ്ണമായി ബോധം തെളിഞ്ഞെന്ന് പറയാറായിട്ടില്ല. ഇതിനിടയ്ക്ക് പുള്ളി എന്തോ ഓർത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ട്, പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. അതിനാ ഞാൻ താങ്കളോട് വരാൻ പറഞ്ഞത്. താങ്ക് യു സർ. ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? കാണാം. പിന്നെ അറിയാലോ, ICUവിലാണ്. ഇപ്പോ സന്ദർശന സമയമല്ല. പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യാതെ കാണണം. താങ്ക് യു ഡോക്ടർ. ഇവരെ പേഷ്യന്റിനെ കാണിച്ചേക്കൂ. പോവാം. സർ, സർ, സാറിന് ഇപ്പൊ പ്രശ്നമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ആനന്ദ്, എന്തോ പറയാൻ ശ്രമിക്കാണെന്ന് തോന്നുന്നു. സർ, ഗംഗയെക്കുറിച്ചല്ലേ പറയാൻ വരുന്നത്? മനസ്സിലായി. അവസാനമായി എന്നെ ഫോണിൽ വിളിച്ചപ്പോ ഗംഗ ആരാണെന്നും അവളുടെ ഉദ്ദേശം എന്താണെന്നും തെളിയിക്കുന്ന ഡോക്യുമെന്റ്സ് സാറിന് കിട്ടിയെന്നല്ലേ പറഞ്ഞത്? ഓർക്കുന്നില്ലേ സാർ? സർ, വെപ്രാളം വെക്കണ്ട, പതിയെ മതി. പറയൂ പറയൂ സാർ.